ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന താരമാണ് സെലീന വള്ളാപുരം എന്നറിയപ്പെടുന്ന നമ്മളെ സെലു കിച്ചൺ. അദ്ദേഹത്തിനെ പറ്റി 2-3 വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. തീർച്ചയായും അതിനൊരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം വരെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ളൊരു ക്ലാരിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ മുർഷിദ് മോൻ പറയുന്നത് സെലീന വള്ളാപുരം ഇപ്പോൾ പരുന്തുപോലെ പാറി നടക്കുകയാണ്, എയറിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ തഗ് മറുപടിയുമായി നമ്മുടെ സെലീന പറയുന്നുണ്ട്, ഞാൻ പാറി നടക്കുകയല്ല, നമ്മൾ എയറോപ്ലെയിൻ പോലെയാണ് പാറി നടക്കുന്നത് ഇപ്പോൾ എന്നും താൻ എയറിലാണ് എന്നും സെലു വളാപുരം നമ്മോട് പറയുകയാണ്. അതോടൊപ്പം തന്നെ സെലീന വളാപുരത്തിന് ഇപ്പോൾ ലക്ഷങ്ങളുടെ വരുമാനമാണ് എന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ അടക്കം പറയുന്നത്. തീർച്ചയായിട്ടും തനിക്ക് ലക്ഷങ്ങളുടെ വരുമാനമല്ല, 1000ന്റെ വരുമാനം പോലും ഇല്ല എന്നും 4000 രൂപ കടം വാങ്ങിയാണ് ദൈനംദിന വൃത്തി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും സെലീന വളാപുരം നമ്മോട് പറയുന്നു. അതോടൊപ്പം തന്നെ തൻ്റെ ചാനൽ ആക്ടിവേഷൻ ആയിരുന്നില്ല എന്നും നമ്മുടെ ഷമീർ ഷാന് വന്നതിന് ശേഷമാണ് ആക്ടിവേഷൻ നല്ല ചെയ്തത് ചാനൽ എന്നും നമ്മൾ സെലു പറയുന്നു. സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇതുവരെ നമ്മുടെ സെലീന വളാപുരത്തിന് ക്യാഷ് ഒന്നും കിട്ടിയിട്ടില്ല എന്നും സെലു പറയുന്നു. തീർച്ചയായിട്ടും ഫ്രീ ആയിട്ടായിരുന്നു ആദ്യം പ്രൊമോഷൻ പരിപാടികളെല്ലാം നമ്മുടെ സെലു വളാപുരം ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം മാനുക വന്ന് ഇൻ്റർവ്യൂ എടുത്തതിന് ശേഷമാണ് ഇങ്ങനെ പൈസ കിട്ടുമെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ സെലു അറിയുന്നത്. അതിനുശേഷം നമ്മുടെ ഷമീർ ഷാന് വരികയും അദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻ പരിപാടികളെല്ലാം അദ്ദേഹം കോർഡിനേറ്റ് ചെയ്യുകയും തീർച്ചയായിട്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പൈസ നമ്മൾ സെലുവിന് വാങ്ങിക്കൊടുക്കാൻ നമ്മൾ ഷമീർ ഷാന് ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലത് സംഭവിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ചാനലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് നല്ലത് സംഭവിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ സെലു വലാപനത്തിൻ്റെ ഏതാനും ചില വാക്കുകളിലേക്ക് എയറോപ്ലെയിൻ പോലെ പറയും എന്താണ് യൂട്യൂബിൽ കിട്ടി വരുമാനം കിട്ടി ഉണക്ക് പഠിച്ചാലും മുന്തിരി വളർന്ന വാരിയാണ് പടർന്ന്. ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി പരുന്തല്ല നിങ്ങളിപ്പോ എയറിൽ നമ്മള് കാറ്റ് വീശുമല്ലോ, കാറ്റിന്റെ സ്പീഡിലാണ് നിങ്ങൾ പോകുന്നത്. അല്ല, ഞാനിപ്പോ എയറോപ്ലെയിൻ പോലെ പറക്കണേ. ആദ്യം നമ്മള് എയറോപ്ലെയിൻ ആയിട്ട് ഇങ്ങനെ ആകാശത്ത് കൂടെ ഇങ്ങനെ പോവുകയാണ്. എയറിലാണ് നമ്മൾ ചുരുക്കി പറഞ്ഞ എയറിലാണ്. എന്തൊക്കെ വർത്താനം കാര്യങ്ങളൊക്കെ നല്ല വർത്താനം മണിക്കല്ലേ. സൂപ്പറായി. സൂപ്പർ കരയിലെടുത്ത 10 പൈസ കിട്ടിയെങ്കിൽ അതാണ് നമ്മളെ വട്ടച്ചെലവിന് നമുക്കുള്ളത്. ഇന്നിപ്പോ പിന്നെ അത് കട 4000 സജിത്താടത്തുനിന്ന് കുനിയൻ അവിടെ കോഴിക്കോട് നിന്ന് കടം മേടിച്ചതാണ്. അതുകൊണ്ടാ അപ്പൊ ചെലവ്. പക്ഷേ ആൾക്കാരെ വിചാരം ലക്ഷക്കണക്കിന് മാറിയ വൈറലായതല്ലേ. അപ്പൊ നമ്മളെ ഈ ഇതിലെ ഐഡിയ വെരിഫിക്കേഷൻ ചെയ്തത് അതെന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ട് കേട് വന്ന് കിടക്കായിരുന്നു. ഇപ്പൊ നമ്മളെ ഷമീർ ഷാനും അത് ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതിപ്പോ എന്താണെന്ന് അറിയില്ല. അപ്പൊ ഈ വീഡിയോ യൂട്യൂബർ ആയത് കൊണ്ടാണോ അവര് തരാത്ത ജോലി എന്നറിയില്ല. അതാണ് എനിക്ക് പ്രശ്നം. എന്താണ് ജോലി ഉണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ അവിടെ കുറച്ച് വീഡിയോ കോപ്പി എടുത്തിട്ട് അവിടെ പോയിട്ടിടാ. ആ ജോലി ഇപ്പൊ ഞാൻ വിളിച്ചിട്ട് അവിടെ തരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇന്റർവ്യൂ എടുത്തെങ്കിലും ചിലവര് പൈസ തരൂല, ചിലവര് നമ്മളെ കളിയാക്കി വിടും. ഇപ്പൊ ഷാനു ഇടപെട്ടിട്ടാ പിന്നെ കുറച്ചൊക്കെ ക്യാഷ് കിട്ടിയത്. തുടക്കത്തില് ഈ സാറാ ഗോൾഡത്തെ മുതലാളിയാണ് നമ്മളാ പണ്ടത്തിന്റെ വിൽക്കണതൊക്കെ. ആ വീഡിയോയിൽ എടുത്തപ്പോഴാണ് എല്ലാരും പ്രമോഷന് ആദ്യമായിട്ട് നമ്മൾ ശരിക്കും ആദ്യത്തെ പ്രമോഷന് അറിയില്ല പരസ്യം ചെയ്താൽ പൈസ മേടിക്കണം. ആ പുള്ളറ്റി മാനിക്ക, ആ മാനിക്ക എന്ന് പറഞ്ഞാലും അറിയില്ല പുള്ളറ്റി മാനിക്ക. അപ്പോഴാണ് ശരിയെന്താ എല്ലാവർക്കും ഓസിക്കുന്നത്. അപ്പൊ എനിക്ക് ഇതിനെ കുറിച്ച് അറിയണ്ടേ. ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി നാരന്റെ കയ്യിൽ പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇതുവരെ നമ്മുടെ സെലു താത്താക്ക് വരുമാനമൊന്നും ലഭിച്ചു തുടങ്ങിയിട്ടില്ല. തീർച്ചയായിട്ടും ലഭിക്കും. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ നല്ല നല്ല വീഡിയോകൾ അദ്ദേഹം ചെയ്യട്ടെ, അദ്ദേഹത്തിന് നല്ല നല്ല വരുമാനം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് കിട്ടുന്ന പൈസയിൽ നിന്ന് ഒരു സംഖ്യ മാറ്റിവെച്ച് ഓർഫണേജിന് കൊടുക്കണമെന്നാണ്. തീർച്ചയായും പഠിച്ച തമ്പുരാൻ അതിന് അദ്ദേഹത്തിന് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പറയാം. തീർച്ചയായിട്ടും രണ്ടാമതായിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു വിവാഹാലോചനയുടെ വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും കോട്ട് ചെയ്തതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. അതിന് അനുകൂലമായും പ്രതികൂലമായും ഒട്ടനവധി കമൻറ്റുകൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് കൊടുത്തത്, നമ്മളെ വാക്കുകളല്ല. അതിലൊരു ക്ലാരിഫിക്കേഷൻ ഇപ്പോൾ വന്നിരിക്കുകയാണ്. സെലു താത്ത തന്നെ പറയുന്നുണ്ട് തൻ്റെ ഭർത്താവിന് സുഖമില്ലാത്ത ക്യാൻസർ ആയിരുന്നു എന്നും അതുകൊണ്ട് താൻ
വളരെ മോശമാണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞത് കൊണ്ട് തീർച്ചയായിട്ടും താനത് വേറെ ഭർത്താവിനെ നോക്കിയോന്ന് അദ്ദേഹം തന്നെ പറയുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് അദ്ദേഹം ആ വീഡിയോ ചെയ്തത്. ഇപ്പോൾ തീർച്ചയായും അദ്ദേഹം പറയുന്നു അതിൻ്റെ ആവശ്യമില്ല എന്ന്, തനിക്കൊരു ഓപ്പറേഷൻ ചെയ്താൽ ക്ലിയർ ആവാനുള്ള രോഗമേ തനിക്കുള്ളൂ എന്നിപ്പോൾ പറയുന്നു. അദ്ദേഹം പ്ലേറ്റ് മാറ്റി ചവിട്ടി എന്നാണ് ഒരു ഹാസ്യരൂപേണ നമ്മുടെ സെലീന പറയുന്നത്. തീർച്ചയായിട്ടും ഇനി സോഷ്യൽ മീഡിയ ഈ കാര്യം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നും ഈ ചാപ്റ്റർ ഇവിടെ വെച്ച് ക്ലോസ് ആക്കുകയാണ് എന്നും നമ്മുടെ സെലു താത്ത പറയുന്നു. അത് എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു, ഇപ്പൊ മാറാനൊന്നും പോണില്ല, ഡോക്ടർ ഇങ്ങനെ പറഞ്ഞത്. പിന്നെ വളരെ ബുദ്ധിമുട്ടിലാണ്, ഇപ്പോ സീരിയസ് ആണെന്ന് ആദ്യം പറഞ്ഞത്. ഇപ്പൊ അത് കല്യാണം കേൾക്കണ കാര്യം പറഞ്ഞപ്പത്തിന് അത് പ്ലേറ്റ് മാറ്റി പൊന്നു മക്കളെ. അപ്പൊ അത് പറഞ്ഞു ഇന്റതൊക്കെ മാറലെടുത്തിക്കോളൂ, ഇനിയിപ്പൊ കല്യാണം കഴിക്കണോ. അതാണ് പിന്നെ ഹസ്ബൻഡ് വേണ്ടാന്ന് പറഞ്ഞാല് പറയാൻ പറ്റൂല, ഓപ്പറേഷൻ ചെയ്യണം ഒന്നെങ്കിലും ഉള്ളതിന് സക്സസ് ആവുള്ളൂ. പക്ഷെ ക്യാൻസർ അല്ലേ, നമ്മള് എന്താണ് ജലദോഷപ്പനിയല്ലല്ലോ, അത് മാറും എന്നുള്ള ഉറപ്പൊന്നും അൽഹംദുലില്ലാഹ് അത്രേ ഉള്ളൂ ഞമ്മക്ക് പറയാനുള്ളൂ. അള്ളാന്റെ അടുത്ത് നമ്മളെ ഗ്യാരണ്ടിയോ ഞമ്മക്കുള്ളത്. പക്ഷെ നമ്മളിതൊന്നും പറയാൻ പാടില്ല. പക്ഷെ ഈ ചോദ്യത്തിന് നമ്മൾ ഈ കല്യാണ വിഷയം തന്നെ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യണം. ഇപ്പോൾ സെലീന താത്ത അദ്ദേഹത്തിന്റെ ജീവിതത്തെ കൂടി പരാമർശിക്കുകയാണ്. താൻ ഒരു കൂട്ടിലിട്ട തത്തയെ പോലെ വീടിനകത്ത് ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ഒരു സ്ത്രീയായിരുന്നു എന്നും, തന്റെ ഹസ്ബൻഡിന് സൂക്കേടായതിനു ശേഷമാണ് താൻ ഇങ്ങനെ ചിന്തിച്ചത്. ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ തനിക്കും ഫേമസ് ആവാൻ പറ്റില്ലേ, തീർച്ചയായും അതിൽ കൂടി ഒരു വരുമാനം നേടാൻ പറ്റില്ലേ എന്ന് നമ്മുടെ സെലീന താത്ത ചിന്തിച്ചതിന് ശേഷമാണ് സെലീന താത്ത ഒരു വീഡിയോ എടുക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് തൻ്റെ ഉമ്മാനെ കൊണ്ട് തന്നെ ഫസ്റ്റ് വീഡിയോ എടുപ്പിക്കുന്നതും ആ ഉമ്മാനോട് അബദ്ധവശാൽ ക്യാമറ തിരിഞ്ഞു പോകുന്നതും അതിനുശേഷം ആ ഉമ്മ എടുക്കുന്ന വീഡിയോയും അതുപോലെ തന്നെ സെലീന താത്ത സ്വന്തം വായ കൊണ്ട് ആ ലെമൺ ജ്യൂസ് ഉണ്ടാക്കുന്നതും എല്ലാം വളരെ വൈറലാവുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ് സെലീന താത്ത ഈ സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വരുന്നത്. തീർച്ചയായിട്ടും അന്ന് ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, സോഷ്യൽ മീഡിയയിൽ നിന്ന് അതായത് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി കണ്ടതിന് ശേഷം എനിക്ക് മരിച്ചാൽ മതി എന്നാണ് നമ്മുടെ സെലു താത്താൻ്റെ ഉമ്മാൻ്റെ ഉമ്മ സെലീന താത്താനോട് പറയുന്നത്. തീർച്ചയായിട്ടും സെലീന താത്താൻ്റെ വീഡിയോകളെല്ലാം വൈറലാവുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെലു കിച്ചൻ. അദ്ദേഹത്തിൻ്റെ വീഡിയോകളെല്ലാം ഫേമസ് ആകട്ടെ, അദ്ദേഹത്തിന് വരുമാനം കിട്ടട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ സോഷ്യൽ മീഡിയ അടക്കി വരിക്കാൻ അദ്ദേഹത്തിനും അതുപോലെ തന്നെ ഷമീർ ഷാനും എല്ലാം സാധിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും സെലീന താത്തായുടെ നല്ല വശങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആരും തന്നെ മോശമായ രീതിയിൽ ഇത് എടുക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സെലീന താത്താന്റെ എങ്ങനെ ഈ തത്തക്കൂട്ടിൽ ഇരിക്കുമ്പോള് ഞാൻ തത്തക്കൂട്ടിൽ പറഞ്ഞാലും തത്തനെ കൂട്ടിലിട്ട മാതിരിയല്ല എന്റെ അവസ്ഥ ഉണ്ടായിരുന്നത്. പുറത്തൊന്നും അങ്ങനെ ഇറങ്ങാറില്ല, ആരും കാണാറില്ല. അങ്ങനത്തെ ഒരു രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഹസ്ബൻഡിന് വയ്യാതായ കാരണത്താൽ അങ്ങനെ ഞാനിങ്ങനെ എല്ലാരും ചോദിക്കുമല്ലോ കല്യാണം കഴിഞ്ഞാൽ ഇത് അത് പിന്നെ എന്താ ഏതാ അങ്ങനെ ഇങ്ങോട്ട് മറ്റേതൊക്കെ ചോദിക്കുമല്ലോ. അപ്പൊ ഇപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് ഒഴിവാതെ പുറത്തൊന്നും ഇറങ്ങാനൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. പക്ഷെ എല്ലാരും ചോദിച്ചിട്ട് പിന്നെ ആരും കാണാനില്ല, ആരും പുറത്തന്നെ ഇറങ്ങൂല, എപ്പോഴും അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഒരു ദിവസം എനിക്ക് തോന്നി പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് വീഡിയോ ഒക്കെ എടുത്താല് നമുക്ക് സക്സസ് ആവുമെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഒരു ദിവസം നമ്മളൊരു 1000 K 18 അങ്ങനെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോ അങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയിലാണ് നമ്മള്. ഇതൊന്ന് റീച്ച് കിട്ടണേന്ന് പഠിച്ചവരോട് പ്രാർത്ഥിച്ചത് ഞാന് വല്യമ്മാനെ. അപ്പൊ വല്യമ്മ എപ്പോഴും പറയും എന്താണ് യൂട്യൂബിൽ കിട്ടി വരുമാനം കിട്ടിട്ട് ഉണക്ക് മരിച്ചാല്. വല്യമ്മ പറഞ്ഞു അങ്ങനെ വല്യമാരൊരു ദിവസം അങ്ങനെ വല്യമാരെ കൊണ്ട് ക്യാമറ പിടിച്ചു ഇങ്ങോട്ട് കാരണം അങ്ങോട്ട് പിടിച്ചു. അങ്ങനെ വല്യമ്മ പിന്നെ നാരങ്ങ അടിച്ചു പൊട്ടിക്കുക അങ്ങനെയൊക്കെ തീർച്ചയായിട്ടും ഒരു 3 കാര്യത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. സെലീന താത്താക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനങ്ങളൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. തീർച്ചയായിട്ടും കിട്ടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ വിവാഹ കാര്യത്തിൽ അദ്ദേഹം ചെയ്ത വീഡിയോ അദ്ദേഹം പിൻവലിക്കുകയാണ്. തീർച്ചയായിട്ടും ആ ചാപ്റ്റർ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയാണെന്ന് സെലീന താത്ത പറയുന്നത്. അതുകൊണ്ട് ആരും തന്നെ സെലീന താത്താക്ക് ഇനി വിവാഹാലോചന നടത്തേണ്ടതില്ല. മൂന്നാമതൊരു കാര്യം അദ്ദേഹത്തിന്റെ ഉമ്മ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുമാനം കിട്ടിയത് കണ്ടതിന് ശേഷം മരിച്ചാൽ മതി എന്നാണ്. തീർച്ചയായിട്ടും ആ ഉമ്മാന്റെ ആഗ്രഹം പോലെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരുപാട് വരുമാനവും അതുപോലെ തന്നെ ഒരുപാട് കടകളും പ്രൊമോഷനും കാര്യങ്ങളും എല്ലാമായി നമ്മുടെ സെലീന താത്ത പൂർവാധികം ശക്തിയോടെ തീർച്ചയായിട്ടും ഒരുപാട് വരുമാനം ഉണ്ടാക്കാനും നല്ലൊരു ജീവിതം അദ്ദേഹത്തിന് നയിക്കാനും സാധിക്കട്ടെ. അതുപോലെ തന്നെ
നമ്മുടെ സെലീൻ താത്തയുടെ ഭർത്താവിൻ്റെ ക്യാൻസർ പോലത്തെ മാറാരോഗമാണ്. തീർച്ചയായിട്ടും അത് പഠിച്ച തമ്പുരാൻ മാറ്റിക്കൊടുക്കട്ടെ. തീർച്ചയായിട്ടും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാനും അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ തുടരാനും എല്ലാം സാധിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇനിയും തീർച്ചയായിട്ടും നല്ല നല്ല വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നല്ലതായാലും ചീത്തയായാലും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് കൂടെ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾക്കനുസരിച്ചാണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോയിൽ മാറ്റം വരുത്താനും പുതിയ വീഡിയോകൾ ചെയ്യാനുമുള്ള പ്രേരണ. തീർച്ചയായിട്ടും നിങ്ങൾ വിലയേറിയ കമൻറ്റുകൾ തീർച്ചയായിട്ടും അത് നമ്മൾ പരിഗണിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇനിയും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും.